ജനമധ്യത്തിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് അയാൾ ആ പാത്രം തുറന്നപ്പോൾ ആ പാത്രത്തിൽ ഒരുപാട് പുഴുക്കൾ. അയാൾ പറഞ്ഞു, ഇതിൻ്റെ ഒക്കെ സ്രഷ്ടാവ് ഞാനാണ്, ഞാനും ഖാലിഖാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയങ്കരായ സഹോദരീ സഹോദരന്മാരെ, നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ യാതൊന്നും അറിയാത്തവരായിട്ടാണ് നമ്മൾ പിറവി കൊണ്ടത്. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമ്മെ അറിയിക്കുന്നുണ്ട്. യാതൊന്നും അറിയാത്ത അവസ്ഥയിലാണ് നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് എന്നാണ്. ജനിച്ച ഉടനെ വളരെ പരിമിതമായ അറിവുകളും കഴിവുകളും മാത്രമുള്ളവരായിരുന്നു നമ്മളെങ്കിൽ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിൽ നിന്നായി വ്യത്യസ്ത വിഷയങ്ങളിൽ വിവിധ രൂപത്തിലുള്ള അറിവുകൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമെന്നോണം ഓരോ മനുഷ്യരും നേടിക്കൊണ്ടിരിക്കുന്നു. എത്ര വലിയ അറിവുള്ള പണ്ഡിതന്മാരാണെങ്കിലും എല്ലാവരും അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. താൻ അറിഞ്ഞതിനേക്കാൾ എത്രയോ അധികം അറിയാത്തതായി പലതുമുണ്ട് എന്നുള്ളത്. ലോകത്ത് രചിക്കപ്പെട്ട പുസ്തകങ്ങളുടെ പേര് മുഴുവനും വായിക്കാൻ പോലും നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കുകയില്ല. ലോകത്തെ മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെക്കാൾ എത്രയോ അധികം ഇനിയും കണ്ടെത്താനുള്ള കാര്യങ്ങൾ മാത്രമാണുള്ളത്. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങൾ പോലും മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആകാശത്തിലെ അത്ഭുത ദൃഷ്ടാന്തങ്ങളെപ്പറ്റി വളരെ പരിമിതമായ അറിവ് മാത്രമാണ് മനുഷ്യരായ നമുക്കുള്ളത്. നമ്മുടെ ശരീരത്തിനെ പറ്റിപ്പോലും കൃത്യമായ സമ്പൂർണമായ അറിവ് നമുക്കാർക്കുമില്ല. എന്നാൽ നമ്മുടെ സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അവൻ അലീമാണ്. അതുപോലെ തന്നെ അല്ലാഹു ആലിമാണ്, അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യജ്ഞാനങ്ങളും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ ത്രികാലജ്ഞാനിയാണ്. ഭൂതം ഭാവി വർത്തമാനമെന്ന വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അവനറിയാതെ ഒരില പോലും പൊഴിഞ്ഞു വീഴുന്നില്ല എന്നതാണ്. ലോകത്തുള്ള കോടാനുകോടി മരങ്ങളിലെ ഏതെങ്കിലും ഒരു മരത്തിൽ നിന്ന് ഒരു ഇല നട്ടറ്റ് വീഴുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതിരിക്കുകയില്ല. ഒരിക്കലും നമുക്കൊന്നും കണക്കാക്കാൻ സാധിക്കാത്തത്ര മത്സ്യങ്ങൾ സമുദ്രത്തിൽ നീന്തിത്തുടിക്കുന്നുണ്ട്. അവയുടെ എണ്ണം മാത്രമല്ല, ഓരോ ജീവിയെപ്പറ്റിയുമുള്ള കൃത്യമായ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ രൂപത്തിലുമുള്ള യാതൊരു അവ്യക്തതയുമില്ലാത്ത രൂപത്തിലുള്ള
അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അതുപോലെ തന്നെ അവന് എല്ലാ ഭാഷയും അറിയാം, എല്ലാ മനുഷ്യരെ പറ്റിയും കൃത്യമായി അറിയാം, എല്ലാ ജിന്നുകളെ സംബന്ധിച്ചും കൃത്യമായി അറിയാം, എല്ലാ മലക്കുകളെ സംബന്ധിച്ചും കൃത്യമായി അറിയാം. ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും, നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും, മുമ്പ് സംഭവിച്ചു പോയ മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തവും കൃത്യവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയങ്ങളിലുള്ളതുപോലും അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വല്ലാഹു അലീമുൻ ബിദാത്തി സുദൂർ എന്നും ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ എന്നും ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ എന്നും വഹുവ അലീമുൻ ബിദാത്തി സുദൂർ എന്നും ഒക്കെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. യഅലമു ഖായിനത്തൽ അഗ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അല്ലാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പലപ്പോഴും പലരും ആരാധിക്കുന്നത് വളരെ പരിമിതമായ അറിവുകളുള്ള ആൾദൈവങ്ങളെയാണ്. തൻ്റെ അത്ര പോലും അറിവില്ലാത്ത, തൻ്റെ അത്ര പോലും ഭാഷ അറിയാത്ത, തൻ്റെ അത്ര പോലും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ ദൈവങ്ങളായി കാണുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾ ലോകത്തുണ്ട്. മനുഷ്യൻ്റെ അത്ര പോലും ബുദ്ധിയില്ലാത്ത പശുവിനെയും പാമ്പിനെയും എലിയെയും അതുപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മരത്തെയും ഒക്കെ ആരാധിക്കുന്നവർ ലോകത്തുണ്ട്. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ മഹാന്മാരെയും ഖബറുകളെയും ഒക്കെ പൂജിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സ് പോലും അറിയുന്നവനാണ്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, നമ്മുടെ വിഷമങ്ങൾ കൃത്യമായി അറിയുന്നവനാണവൻ. എല്ലാ വിഷയങ്ങളുടെയും പരിഹാരം കൃത്യമായി നൽകുവാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള എല്ലാം അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അറിയാത്തതായി യാതൊരു കാര്യവുമില്ല, അവൻ കേൾക്കാത്തതായി യാതൊരു ശബ്ദവുമില്ല, അവൻ കാണാത്തതായി യാതൊരു കാര്യവുമില്ല. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, സൃഷ്ടിച്ചവനായ റബ്ബ് എല്ലാം അറിയുകയില്ലേ എന്നാണ്. ഒരിക്കൽ യുക്തിവാദിയായ ഒരു മനുഷ്യൻ ജനങ്ങളോട് പറഞ്ഞു, അല്ലാഹു മാത്രമല്ല സ്രഷ്ടാവ്, ഞാനും സ്രഷ്ടാവാണ്. ആളുകൾ ചോദിച്ചു, അതെങ്ങനെയാണ്? അയാൾ പറഞ്ഞു, ഞാൻ തെളിയിച്ചു തരാം. എന്നിട്ട് അദ്ദേഹം ജനങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അല്പം ഇറച്ചിയെടുത്ത് ഒരു ഇലയിൽ പൊതിഞ്ഞ് അതൊരു പാത്രത്തിൽ കെട്ടി സൂക്ഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് എല്ലാ ജനങ്ങളെയും അയാൾ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാനിത് തുറക്കാൻ പോവുകയാണ്. തുറക്കുമ്പോൾ ഞാൻ സൃഷ്ടിച്ച ചില സൃഷ്ടികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന്. ജനമധ്യത്തിൽ വെച്ച് എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് അയാൾ ആ പാത്രം തുറന്നപ്പോൾ ആ പാത്രത്തിൽ ഒരുപാട് പുഴുക്കൾ. അയാൾ പറഞ്ഞു, ഇതിൻ്റെ ഒക്കെ സ്രഷ്ടാവ് ഞാനാണ്, ഞാനും ഖാലിഖാണ്. യഥാർത്ഥത്തിൽ അയാൾ ആ പാത്രം മൂടി വെച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൽ പുഴുക്കളെ സൃഷ്ടിച്ചവൻ അല്ലാഹു തആലയാണ്. ആളുകൾ അയാളോട് ചോദിച്ചു, നീയാണ് ഇതിൻ്റെ സ്രഷ്ടാവ് എങ്കിൽ ഒന്നാമത്തെ ചോദ്യം, ഇതിലെത്ര പുഴുക്കളുണ്ട്? അയാൾക്കതിന് മറുപടി പറയാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ചോദ്യം, ഈ പുഴുക്കളിൽ എത്ര ആൺപുഴുക്കളുണ്ട്, എത്ര പെൺപുഴുക്കളുണ്ട്? അതിനും അയാൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കോടിക്കണക്കിന് സൃഷ്ടികളെ സംബന്ധിച്ച് ഓരോരുത്തരെ പറ്റിയും കൃത്യമായി അറിവുള്ളവനാണെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവൻ്റെ അറിവത്രയാണ്, അവൻ്റെ കഴിവത്രയാണ്. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. അവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അവനിലാണ് നമ്മൾ തവക്കുലാക്കേണ്ടത്, ബരമേൽപ്പിക്കേണ്ടത്. അവൻ മരിക്കാത്തവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സൃഷ്ടികർത്താവായ അല്ലാഹുവിനെ അറിയുവാൻ നമ്മൾ പരിശ്രമിക്കുക, പഠിക്കുക. അല്ലാഹു തആല സത്യം മനസ്സിലാക്കുവാനുള്ള തൗഫീഖ്
എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.